നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപടമുഖത്തെയാണ് അനാവരണം ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിനു വേണ്ടി, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന പച്ചയായ പരമാർത്ഥം എല്ലാ അയ്യപ്പന്മാരിലും വേദന ഉളവാക്കുന്നതാണ്. അവിടെ എത്തുന്ന അയ്യപ്പന്മാർ വെള്ളം കിട്ടാതെ, കിടക്കാൻ നിവൃത്തിയില്ലാതെ, തള്ളലിലും തിക്കിലും തിരക്കിലും പെട്ട് വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അതേക്കുറിച്ചൊന്നും പറയാനോ സംസാരിക്കാനോ പരിഹരിക്കാനോ സർക്കാർ മുതിരാതെയാണ് ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമത്തിന് മുതിരുന്നത്. അവിടുത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്, കമ്മീഷനുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല ഇവിടെ ചർച്ച. ഇവിടെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികമായ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം എന്ന ദുഷ്ടലാക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. വളരെ വ്യക്തമാണ്. ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അതൊരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്. അതിൽ യാതൊരു ഇടപെടലുകൾക്കും സാധ്യതയില്ല. നിയമപരമായി അത് ശരിയുമല്ല. പക്ഷെ സർക്കാർ ഇവിടെ ഇടപെടുകയാണ്. എല്ലാം മന്ത്രിയാണ് ചെയ്യുന്നത്. ഇനി മന്ത്രി നാളെ പറയാണ് ശബരിമല ക്ഷേത്രത്തിൽ കൊടിയേറ്റം, അത് ഇന്ന തീയതി മതി, നാളെ നട തുറക്കുന്നത് ഒരു രാവിലെ ഒരു 7 മണിക്ക് മതി എന്ന് പറയാൻ തുടങ്ങിയാൽ ഇനി എന്ത് ചെയ്യും? അയ്യപ്പ സംഘമാണ്, അയ്യപ്പന്മാരെയാണ് വിളിച്ചു കൂട്ടുന്നത്. സാധാരണ ഒരു അവലോകന യോഗം നടക്കാറുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ്. കാരണം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പറ്റിയല്ല ഇവിടുത്തെ പ്രശ്നം. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനമാണ്. അത് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഒരു മതേതര സർക്കാരിന് അത് നടത്താനുള്ള അധികാരമില്ല. മന്ത്രി എന്ന് പറയുന്നത് MLA വിജയിച്ചു വന്നത് അത് നടത്താനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടില്ല, മന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ഒരു മതേതര സർക്കാരിന് ഇതിന്റെ ഭരണം നടത്താനാണ് ആ മന്ത്രിക്ക് അധികാരമുള്ളൂ. പണ്ടുകാലത്തും ദേവസ്വം മന്ത്രിമാരാരും ആ ക്ഷേത്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്തിനാണ് ഇടപെടുന്നത്? മന്ത്രി തമിഴ്നാട്ടിൽ പോയി ക്ഷണിക്കുന്നു, പത്രസമ്മേളനം നടത്തി അയ്യപ്പ ഭക്ത സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ അതൊരു ഇടപെടലാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണ കാര്യത്തിൽ ഒരു മതേതര സർക്കാരിന്റെ ഇടപെടലാണ്. അത് ശരിയല്ല. അത് ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമാണ്, ഒരു കടന്നുകയറ്റമാണ്. അവരുടെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഒരു ക്ഷേത്രത്തിന്റെ ദൈനംദിന സ്വതന്ത്ര ഭരണ നിർവഹണത്തിൽ മതേതര സർക്കാർ ഇടപെടുകയാണ്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി മാറ്റി ശബരിമല ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് കൈയടക്കി അത് സ്വന്തം സ്ഥാപനമാക്കി, സർക്കാരിന്റെ സ്ഥാപനമാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് പറയും. ആരാധനയുടെ ഭാഗമായിട്ട് നടത്തേണ്ടത് സർക്കാരാണ്. അവിടെ മന്ത്രിക്ക് എന്ത് സ്ഥാനം? ആരാധനയുടെ ഭാഗമായിട്ടാണ് തന്ത്രിമുഖ്യനുണ്ട്, പന്തളം കൊട്ടാരമുണ്ട്, അല്ലെങ്കിൽ ഭക്തജന സംഘടനകളുണ്ട്, നിരവധി ആൾക്കാരുണ്ട്, ഗുരുസ്വാമിമാരുണ്ട്. എത്രയോ ആരാധനയുമായി, വിശ്വാസവുമായി, ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അതിനെല്ലാം മറികടന്ന് അതുമായിട്ടൊന്നും സ്പർശിക്കാതെ ഇവിടെ ഏകപക്ഷീയമായി ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ് അവർ. ഇനി വികസനത്തിന് വേണ്ടി കുറെ പണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണെങ്കിൽ അതിനൊക്കെ അവിടെ ക്രമീകരണ പ്രവർത്തനങ്ങളുണ്ട്, വികസന പദ്ധതികൾ ധാരാളമുണ്ട്. എന്താ നടപ്പാക്കാത്തത്? എന്താ പദ്ധതി ഇല്ലാഞ്ഞിട്ടാണോ? നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അവിടെ വ്യവസ്ഥയില്ലാഞ്ഞിട്ടാണോ? എക്കോ സ്മാർട്ട് പദ്ധതി അവിടെയുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ജസ്റ്റിസ് ചന്ദ്രശേഖരൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാണ്. അതങ്ങ് ചെയ്താൽ പോരെ? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്യാതെ ഇത് ഇങ്ങനെയാണോ ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു വലിയ സമ്മേളനം, ഒരു സംഗമം നടത്തുന്നതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണ്? അതിനാണ് ചോദ്യം ചെയ്യുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ 300 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ചെലവാക്കുന്നുമില്ല, പാഴാക്കി കളയുന്നു, ലാപ്സാക്കി കളയുന്നു.
അവിടെ പണമില്ലാത്ത പ്രശ്നമില്ല, അവിടെ വികസന പദ്ധതി ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. വികസന പദ്ധതിയുണ്ട്, പണവുമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അയ്യപ്പന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കില്ല. അവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരം കിട്ടാതെ, കയറിക്കിടക്കാൻ ഒരു വിരിവെക്കാൻ ഒരു സൗകര്യമില്ലാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർ തള്ളലും തിക്കിലും പെരക്കിലും പെട്ട് കഷ്ടപ്പെടുന്ന അവരുടെ ദുഃഖ സത്യങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, അതിനൊന്നും ആൻസർ ചെയ്യാൻ ഇതേവരെ കഴിയുന്നില്ല. ഇവർക്കാർക്കും കഴിയുന്നില്ല. എത്രയോ വർഷക്കാലം, 10 വർഷമായി ഇപ്പൊ ഭരിക്കുന്നു. എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത്? ഈ പണമൊക്കെ ലാപ്സാക്കി കളയല്ലാതെ എന്ത് ചെയ്തു? ഒരു ലാട്രിനെങ്കിലും കൂടുതലായിട്ട് പണിത് കൊടുത്തോ? അല്ലെങ്കിൽ ഒരു 2 വാട്ടർ ടാപ്പെങ്കിലും കൂടുതൽ വെച്ചു കൊടുത്തിട്ടുണ്ടോ?